ഹലോ ഗൈസ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ദേവയാനി മുത്തശ്ശിയോടിരുന്ന് പറയുന്നുണ്ട്, അവൾക്ക് വയ്യെങ്കിൽ അവൾ ആദർശിൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോവുകയല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർക്ക് കൂടെ അതൊക്കെ പകരില്ലേ എന്നൊക്കെ ചോദിക്കും. അതിന് മോക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളത്രയും വയ്യാഴിയൊന്നും ഇല്ലല്ലോ ദേവയാനി, അതുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ എന്ന്. അമ്മ പറയുന്ന പോലാണോ ഇങ്ങനെ വയ്യാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വിഷമം ആദർശിനും ഉണ്ടാകും, അവൻ്റെ ഉറക്കമൊക്കെ പോവില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആദർശ് നയനി ഇറങ്ങി വരുന്നത്. മോനെ, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണെന്ന് മുത്തശ്ശി ചോദിക്കും. ഹോസ്പിറ്റലിൽ പോവല്ല മുത്തശ്ശി, ഇവക്ക് വീട് വരെ ഒന്ന് പോകണമെന്ന് പറഞ്ഞു, 2 ദിവസം വീട്ടിൽ പോയി നിൽക്കട്ടെ എന്ന് ഞാനും തീരുമാനിച്ചെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് അങ്ങ് വയ്യാതാകുന്നുണ്ട്. എന്നാൽ ദേവയാനി പറയും, അതെന്തിനാണ് ഇപ്പം വീട്ടിൽ പോകുന്നത്, ചെറിയൊരു തലവേദന വന്നാൽ ഉടനെ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കും. അതല്ലമ്മേ, അവൾക്ക് അവിടെ അമ്മയും അച്ഛനെയൊക്കെ ഒന്ന് കണ്ടു കഴിയുമ്പോൾ എല്ലാം മാറുമെന്ന് പറയും. അങ്ങനെയൊന്നും ശരിയല്ല. കല്യാണം കഴിച്ച് കയറി വരുന്ന പെൺപിള്ളേർ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സ്വന്തം വീട്ടിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിനേ സമയം കാണത്തുള്ളൂ, അതൊന്നും അങ്ങനെ അനുവദിച്ച് തരാൻ പറ്റത്തില്ലെന്ന് പറയും. മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട്, എന്താ ദേവയാനി ഇങ്ങനെ ഒക്കെ പറയുന്നത്, മോള് ഇത്രയും ദിവസം ഇവിടെ തന്നെ അല്ലേ നിന്ന്, ഇനിയിപ്പം വേണമെങ്കിൽ 2 ദിവസം അവളുടെ അമ്മയുടെ അടുത്ത് പോയി നിൽക്കട്ടെ, കുഞ്ഞിലെ തൊട്ട് മക്കളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നത് അമ്മമാർക്കല്ലേ, അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ അവരെന്തെങ്കിലും ഒരു കഷായമോ വല്ലതും ഉണ്ടാക്കി കൊടുത്താലും പെട്ടെന്ന് അത് മക്കൾക്ക് മാറിക്കിട്ടും എന്ന് പറയും. അതിന് എന്താ, ഞാനും ഉണ്ടാക്കി കൊടുത്തില്ലേ കഷായമൊക്കെ, അതൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോകണമെന്ന്. അപ്പം മുത്തശ്ശി പറയും, മോക്ക് തലവേദനയും തലകറക്കവും ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞ്, എന്തായാലും എന്നാൽ ഒരു ഡോക്ടറെ പോയി കാണുന്നത് നല്ലതാണ്. അത് കേൾക്കുമ്പോഴത്തേന് ദേവയാനിക്ക് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. നയനെല്ലാം ദേവയാനിയെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം പറയും, ആണോ, എന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ പോയി കാണണം, എൻ്റെ ഒരു ഫ്രണ്ട് ഗ്രേസിയുണ്ട്, ഗ്രേസിയെ ഞാൻ വിളിച്ച് പറയാം, നിങ്ങൾ പോയി പെട്ടെന്ന് അവളെ കാണണമെന്ന് പറയുമ്പോഴത്തേന് നയന പറയും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ, അങ്ങനെ അമ്മ സംശയിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറയും. അന്നേരത്തേന് ദേവയാനി അങ്ങ് ഡൗൺ ആവുന്നുണ്ട്. എന്നാലും പോയി ഡോക്ടറെ കാണാം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അന്നേരം ദേവയാനിക്ക് ഇഷ്ടമില്ല എന്നറിയുമ്പോഴത്തേന് നയന പറയും, അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകുന്നില്ല ആദർശേട്ടാന്ന് പറഞ്ഞ് തിരിച്ചങ്ങ് പോകും. അപ്പോൾ ആദർശ് പറയും, അതെന്താ, നിനക്ക് വീട്ടിൽ പോകാനായിട്ട് നീ ഇറങ്ങിയതല്ലേ, അപ്പം പോകണ്ടേന്ന് നിൽക്കും. വേണ്ട, നമ്മൾ അങ്ങനെ അമ്മയെ ധിക്കരിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്കത് വിഷമമാകും, അതുകൊണ്ട് വേണ്ടാന്ന് പറയും. മുത്തശ്ശി അപ്പം ദേവേനെ വഴക്ക് പറയുന്നുണ്ട്, എന്താ ദേവേനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, മോള് 2 ദിവസം വീട്ടിൽ പോയി നിന്നാൽ എന്താ കുഴപ്പമെന്ന്, അവൾ ഇത്രയും ദിവസം അവളുടെ വീട്ടിലല്ലേ നിന്നത്, അത് കാരണം ഇനിയിപ്പം ഇവിടെ നിന്നാൽ മതി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുള്ളൂ, അല്ലെ ഇവിടെ ബാക്കി എല്ലാവരും ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ തന്നെ നിന്നാൽ മതി. അത് തന്നെയല്ല, അവൾ പോകുന്ന പുറകെ ഇവനും അങ്ങ് പോകും, 2 ദിവസം ഇവൻ അവിടെ പോയി നിൽക്കും, എനിക്കാണെങ്കിൽ ഇവനെ കാണാതിരിക്കാൻ പറ്റത്തില്ല, ഇവനാണെങ്കിൽ അവളെ കാണാതിരിക്കാനും പറ്റത്തില്ല, അതുകൊണ്ട് ശരിയാകത്തില്ല, അവൾ അവിടെ പോയി നിന്നാൽ അവൾ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറയും. എന്നാലും അമ്മ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആദർശം അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. ഇതെന്താ ദേവയാനി, നിനക്ക് ഇങ്ങനെ ഒരു സ്വഭാവം, നിനക്ക് നിൻ്റെ മരുമോളെ കാണുകയും ചെയ്യരുത്, എന്നാൽ അവളെ എവിടെയും വിടതുമില്ല, ഇതൊരു വല്ലാത്ത സ്വഭാവം തന്നെയെന്നും മുത്തശ്ശിയും പറയുന്നുണ്ട്. അതല്ലമ്മേ, അവൾ പോയ ഉടനെ ഇവനും ആ പുറകെ പോകും, അത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല, അവൾ അവിടെ പോയി നിന്ന് നിൽക്കുമ്പോൾ ഇവനും അവിടെ പോയി നിൽക്കുകയല്ലേ, അന്നേരം ഇവൻ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഒന്നും അങ്ങോട്ട് വിടാത്തതെന്ന് പറയും. ദേവയാനിയുടെ ഇപ്പോഴത്തെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് നയന. ആ സമയത്താണ് നവി അങ്ങോട്ട് കയറി വരുന്നത്. നീ ഇന്ന് വീട്ടിൽ പോകുമെന്ന് പറഞ്ഞിട്ട് എന്താ പോയില്ലേന്ന് ചോദിക്കും. അമ്മയ്ക്ക് ഇഷ്ടമില്ല പോകുന്നത്, അത് കാരണം ഞാൻ പോയില്ലെന്ന് പറയും. അതെന്താ, നിനക്ക് നിൻ്റെ വീട്ടിൽ പോകാനായിട്ട് നിൻ്റെ അമ്മായിയമ്മയുടെ അനുവാദം വേണമെന്ന് ചോദിക്കും. അതല്ല, അമ്മ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ, അതുകൊണ്ട് നമ്മളായിട്ട് ഒന്ന് ഒതുങ്ങി കൊടുക്കുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കും. അതൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവമാണ്, നിന്നെ ഒട്ട് കാണുകയും വേണ്ട, പക്ഷെ നിന്നെ എങ്ങോട്ടും വിടത്തുമില്ല, ഇതെന്തൊരു സ്വഭാവമായി ഇവരുടെ എന്ന് ചോദിക്കും. അത് ഇപ്പം ഒരു പ്രത്യേക സ്വഭാവമാണ്, അതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് നയന ഉള്ളിൽ പറയുന്നുണ്ട്. അതല്ല ചേച്ചി, ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ആദർശേട്ടൻ എൻ്റെ പുറകെ വരുമല്ലോ, 2 ദിവസം ആദർശേട്ടനെ കാണാതിരിക്കാൻ അമ്മയ്ക്ക് പറ്റില്ല, അത് കാരണമാണ് അമ്മ എന്നെ വിടാത്തെന്ന് പറയും. 2 ദിവസമൊക്കെ ആദർശേട്ടന് നിന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്ന് ചോദിക്കും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആദർശേട്ടൻ എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ലെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേനും നവിക്കൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. എൻ്റെ ഭർത്താവാണെങ്കിൽ ഞാനിപ്പോൾ 2 ദിവസമല്ല 2 വർഷമോ 2 മാസമോ എത്ര വേണേ പോയി നിന്നാലും എന്നെ ഒന്ന് തിരക്കുക പോലുമില്ല, എൻ്റെ അമ്മായിമ്മയ്ക്ക് സന്തോഷമായിരിക്കും, എൻ്റെ ഭർത്താവിന് സന്തോഷമായിരിക്കും എന്ന് പറയും. എന്തായാലും നിൻ്റെ കാര്യമെങ്കിലും ഇങ്ങനെയൊക്കെ ആണല്ലോ, ഇനി ആദർശേട്ടന് പഴയ ഒരു സ്വഭാവത്തിലേക്ക് തിരിച്ചു പോക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയും. ഇനി ആദർശേട്ടൻ അങ്ങനെയൊന്നും പോകത്തില്ല ചേച്ചിന്ന് നയനയും പറയുന്നുണ്ട്. അത് ശരിയായി, ഇപ്പം നിൻ്റെ അമ്മായിയമ്മ നിന്നെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ പോലും ആദർശേട്ടൻ നിന്നെ പറഞ്ഞു വിടത്തില്ലെന്ന് പറയും. അപ്പം നയന മനസ്സിലോർക്കുന്നുണ്ട്, ആരൊക്കെ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മായിമ്മ ഇനി എന്നെ എങ്ങോട്ടും
പറഞ്ഞു വിടുകയില്ലെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്ന്. പിന്നീട് കാണിക്കുന്ന അനാമികയാണ്. നന്ദുവിനെയും അനിയെയും വഴി വെച്ച് കണ്ടതിൻ്റെ കലിപ്പ് മുഴുവനുണ്ട് അനാമികയുടെ മുഖത്ത്. അനാമിക പറയുന്നുണ്ട്, അവനും അവളും ഇപ്പോഴും കാണുന്നുണ്ട് അച്ഛാ. അത് തന്നെയല്ല, 3 ബ്രാഞ്ചിൻ്റെ ചുമതല അവന് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷെ അവൻ അതിനൊന്നും പോകാൻ സമയമില്ല. അവളുമായിട്ട് എല്ലായിടത്തും കറങ്ങി നടക്കുക. അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല. എങ്ങനെയും അവളെ ഒന്ന് ഒതുക്കണം. അത് അന്നേരത്തേന് വേണു ചോദിക്കുന്നുണ്ട്, അവൾ പോലീസ് ട്രെയിനിങ്ങിന് പോയില്ലെന്ന്. അവൾ അടുത്ത ദിവസം പോവും. അതിന് ഒരിക്കലും അനുവദിക്കരുത്. അത് തന്നെയല്ല, അവൾ പോലീസായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കള്ളത്തരും അവൾ പൊളിച്ചെടുക്കുന്നതിന് ഉറപ്പാണ്. ആദ്യമേ അവൾ തുടങ്ങുന്നത് വല്യമ്മ തന്ന മാല കാണാൻ പോയിട്ടില്ലേ, അതേ തുടങ്ങും. അത് കഴിഞ്ഞ് പിന്നെ ഓരോന്നോരോന്നായിട്ട് അവൾ നമ്മളോട് പ്രതികാരം വീട്ടും. അതുകൊണ്ട് അവളെ എങ്ങനെയും കൊടുക്കണമെന്ന് പറയും. അതിനുള്ള വഴി എങ്ങനെയും കണ്ടുപിടിക്കാൻ മോളെ എന്ന് വേണു പറയുന്നുണ്ട്. അവൾക്ക് SI സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അനിയാണ്. അതാണ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാതിരുന്നത്. പിന്നെ അവനെ എങ്ങനെയും ഒതുക്കാമെന്ന് വിചാരിച്ചാലും നടക്കത്തില്ല. അവനോട് എനിക്ക് ഒരു സ്നേഹവുമില്ല. പിന്നെ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു സ്വത്തിന് വേണ്ടി മാത്രമായിട്ട് അവിടെ നിൽക്കുന്നത്. മാക്സിമം എന്തെങ്കിലും ഒന്ന് തടയുകയാണ് ഞാൻ അവനെയും കളഞ്ഞേച്ചെങ്കിൽ പോരും. അല്ലാതെ എനിക്ക് അവനോട് കൂടെ ജീവിക്കണമെന്നൊന്നും ഒരു ആഗ്രഹമില്ലെന്ന് പറയും. എന്തായാലും അവളെ ഒതുക്കുന്ന കാര്യം അച്ഛനൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാമെന്ന് വേണുവും വാക്ക് കൊടുക്കുന്നുണ്ട് അനാമിക. തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അനാമിക അനിയെ ചൊറിയാൻ ചെല്ലുന്നുണ്ട്. അനി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുകയാണ് ഓഫീസിൽ പോകാൻ നേരത്ത്. നീ ഇന്ന് രാവിലെ എവിടെ പോയതായിരുന്നു ചോദിക്കും. ഞാൻ രാവിലെ പലയിടത്തും പോകും. നീ എന്തിനാ അത് തിരക്കെന്ന് ചോദിക്കും. അതല്ല, നീ രാവിലെ എവിടെയായിരുന്നു എന്ന് ചോദിക്കും. പറയും, ഞാൻ രാവിലെ നടക്കാൻ പോയെന്ന്. എന്നിട്ട് എല്ലാവരെയും കണ്ടോന്ന് ചോദിക്കും. പിന്നെ റോഡ് നിറച്ച ആളല്ലായിരുന്നു, ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു, എല്ലാവരെയും കണ്ടെന്ന് പറയും. പിന്നെ വഴിയിലൊക്കെ പട്ടിയും പൂച്ചയും എല്ലാം ഉണ്ടായിരുന്നു, എല്ലാത്തിനും കണ്ടെന്ന് പറയും. അതിൻ്റെ കൂട്ടത്തിൽ നിൻ്റെ കാമുകി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അന്നേരത്തേന് അനി ഒന്ന് പതറുന്നുണ്ട്. എന്നിട്ട് പറയും, അത് കണ്ട് അവളെയും അവളുടെ ഫ്രണ്ട്സിനെ എല്ലാം ഞാൻ കണ്ടായിരുന്നു പറയും. നിനക്കല്ലെങ്കിലും അവളുടെ കൂടെ കറങ്ങാനൊക്കെ സമയമുണ്ടല്ലോ, എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോകാനോ എൻ്റെ കൂടെ 5 മിനിറ്റ് ഇരിക്കാനോ ഒന്നും നിനക്ക് സമയമില്ലല്ലോ എന്ന് പറയും. നീ നിൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കറങ്ങുന്നുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഒരുത്തൻ്റെ ബൈക്കിൻ്റെ പുറകെ നീ കയറിയിരുന്ന് പോകുന്ന കണ്ടല്ലോ എന്ന് പറയും. അത് എനിക്ക് പോകാം, നിനക്ക് നിൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടക്കാമെങ്കിൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ നടന്നുകൂടെ എന്ന് അനാമികയും ചോദിക്കും. പിന്നെ അത് തന്നെയല്ല, നിനക്ക് ഇഷ്ടമില്ലാത്തവരുടെ കൂടെ അല്ലല്ലോ ഞാൻ നടക്കുന്നതെന്ന് പറയും. നിനക്ക് ആരുടെയും കൂടെ നടക്കുവോ പോവുമോ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഈ ജീവിതം എങ്ങനെയും ഒന്ന് അവസാനിപ്പിച്ച് തന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാനിവിടെ ജീവിക്കുന്നതൊക്കെ പറഞ്ഞ് ആനി അങ്ങ് കലിപ്പിച്ചിറങ്ങിപ്പോവും. അനാമികയ്ക്ക് അങ്ങ് ഇനി എന്നും കൂടെ വഴക്കുണ്ടാക്കാനുള്ള ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞുള്ള പരുവത്തിൽ നിൽക്കുന്നുണ്ട്. ദേവയാനി വീണ്ടും നയനയുടെ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം നയന കിടക്കുകയാണ്. എന്നിട്ട് കുറച്ച് തുളസിയില കണ്ടാന്ന് തോന്നുന്നു കയ്യിലിരിപ്പുണ്ട്. എന്നിട്ട് ചോദിക്കും, നിനക്കിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറവുണ്ടെന്ന് പറയും. നിനക്ക് വല്ല വയ്യാഴികയുണ്ട്, അവൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോയിക്കൂടായിരുന്നോ എന്ന് ചോദിക്കും. അതിന് മാത്രമുള്ള ഒന്നും ഇല്ലെന്ന് പറയും. എന്നാൽ ഈ ഇലയിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കാൻ പറയും, മാറിക്കോളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ ചെയ്തോളാമെന്ന് നയനയും പറയും. എന്നാലും നിനക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ, ബാക്കിയുള്ളവർക്ക് വിഷമമാകുകയില്ലേ, അതൊക്കെ ആദർശനാണ് ആകെ ടെൻഷനാകും നിനക്ക് വയ്യാതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുകൊണ്ട് നീ പോകണം ഹോസ്പിറ്റലിൽ എന്ന് പറയും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പൊക്കോളാമെന്ന് നയനയും പറയും. ദേവയാനി നയനയുടെ കട്ടിലിരുന്ന് നയനയുടെ നെറ്റിയിലും കഴുത്തിലും ഒക്കെ തൊട്ട് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും, പനിയൊന്നുമില്ല, ഇനി ഉൾപ്പനിയായിരിക്കും അല്ലേ എന്ന് ചോദിക്കും. ആണെന്ന് തോന്നുന്നു അമ്മയെന്ന് നയനയും പറയും. എന്തായാലും വെച്ചുകൊണ്ടിരിക്കേണ്ട, ഹോസ്പിറ്റലിൽ പോകണം, ഇപ്പോഴത്തെ പനിയൊക്കെ എങ്ങനെയാ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ നീ മുറ്റത്തൊന്നും ഇറങ്ങണ്ട കേട്ടോ, ഇപ്പോഴത്തെ വെയിലടിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അസുഖമൊക്കെ ഉണ്ടാകുന്നേ, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് പറയും. എനിക്ക് മനസ്സിലാകുന്നുണ്ട് ദേവയാനിക്ക് തന്നോട് ഒരുപാട് സ്നേഹമുണ്ടെന്നും അതിങ്ങനെ ഉള്ളിൽ വെച്ചിരിക്കുകയാണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ട്. ദേവയാനി അന്നേരം പിന്നെ ശരിയെന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട്. ഇച്ചിരി കഴിഞ്ഞിട്ട് തിരിഞ്ഞ് നിന്നിട്ട് പറയും, പിന്നെ നിനക്ക് ഹോസ്പിറ്റലിലോ വല്ലതും പോകാൻ ആവശ്യമുണ്ടെങ്കിൽ നീ ആദർശിനെ വിളിക്കേണ്ട കേട്ടോ, അവനെ ബുദ്ധിമുട്ടിക്കേണ്ട, ഞാൻ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം കേട്ടോ എന്ന് പറയും. ശരി അമ്മയെന്ന് നയനയും പറയും. എന്നിട്ട് ദേവയാനി അങ്ങ് ഇറങ്ങി പോകുമ്പോൾ നയന ഇരുന്ന് ചിരിക്കുന്നുണ്ട് ദേവയാനിയുടെ സ്നേഹം ഓർത്തിട്ട്. പിന്നീട് കാണിക്കുന്നത് ഒരു പെണ്ണും ചെറുക്കനോട് വഴിയിൽ നിന്ന് പ്ലാൻ ചെയ്യുന്നതാണ്. നന്ദു വരുമ്പോഴത്തേന് ഒരു വഴക്കുണ്ടാക്കുന്ന ഒരു സീൻ ഉണ്ടാക്കിയിട്ട് അവളെ കൊടുക്കുന്നതിന് വേണ്ടി. അന്നേരം ആ പെണ്ണ് പറയും, ഞാൻ അങ്ങോട്ട് നടക്കാം, അപ്പം അവൾ വരുന്നുണ്ട്, അന്നേരം നീ പുറകെ വന്ന് എന്നെ ശല്യം ചെയ്യണമെന്ന് പറയും. അന്നേരം ഒരു സീൻ ഉണ്ടായിക്കോളൂല്ലോ എന്നൊക്കെ പ്ലാൻ ചെയ്താണ് വരുന്നത്. മിക്കവാറും അത് വേണു പറഞ്ഞു വിട്ട ആൾക്കാരാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ പെണ്ണ് അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേന് പുറകെ ബൈക്കിൽ ഈ ചെറുപ്പക്കാരൻ ചെന്നിട്ട് ആ പെണ്ണിൻ്റെ മുടിക്കുത്തിന് പിടിച്ച് തെള്ളുകയും പിടിക്കുകയും ആലമുണ്ടാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന നന്ദു സ്വാഭാവികമായിട്ടും ഇതിനകത്ത് കയറി ഇടപെടുമല്ലോ. അപ്പോൾ നന്ദു വണ്ടി അവിടെ നിർത്തിയിട്ട് അവിടെ ചെന്നിട്ട് ആ ചെറുക്കനെ എടുത്തിട്ട് അലക്കുന്നുണ്ട്. അടി കൊണ്ട് അവൻ വീഴുമ്പോൾ ആ പെണ്ണ് ഓർക്കുന്നുണ്ട്, അയ്യോ ദൈവമേ ഇത്രയ്ക്ക് അടിയൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചില്ലെന്ന്. അതുപോലത്തെ തലാണ് നന്ദു ആ പയ്യനിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പറയും, എടാ നീ
ഈ പെണ്ണിനോട് മാപ്പ് പറയാൻ പറയും. ഈ കുട്ടി എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല, എന്നാലും മാപ്പ് പറയാൻ പറയും. ഇവൾ എന്നെ സ്നേഹിച്ചിട്ട് തേച്ചിട്ട് പോയതാ കാരണം അവളെ ദേഷ്യം എനിക്കെന്ന് പറയും. അത് ഇപ്പോൾ എന്തായാലും നീ അവളോട് മാപ്പ് പറയാൻ പറയും. പൊതുനിരത്തി വെച്ച് നീ അവളെ അപമാനിച്ചല്ലേ എന്ന് ചോദിക്കും. അന്നേരം അവൻ പറയുന്നുണ്ട് മാപ്പെന്ന്. എന്നാൽ കുട്ടി അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞ് ആ പെൺകുട്ടി അങ്ങ് നടന്നു പോകും. പിന്നെ അന്നേരം നന്ദു ഇങ്ങനെ നടന്നു വരുമ്പോൾ ഓർക്കുന്നുണ്ട്, നാളെ പോലീസ് ട്രെയിനിങ്ങിന് പോവുമല്ലേ, അതിനു മുമ്പ് ഒരു ട്രെയിനിങ് പോലെ ആയിക്കോട്ടെ ഇതെന്ന് പറഞ്ഞ് ഇങ്ങനെ നടന്ന് മാസ് ആയിട്ട് വരുന്ന നന്ദുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളെ എന്തായാലും ഇതിൻ്റെ പേരിൽ നന്ദുവിനെ പോലീസ് പിടിക്കുന്നതും സ്റ്റേഷനിലാക്കുന്നതും ഒക്കെ ആയിരിക്കും കാണിക്കുന്നത്.